നാളത്തെ മജ്‌ലിസിൽ നടക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ സ്വഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മുത്തുനബി അങ്ങനെ മദീന പള്ളിയിൽ സ്വഹാബത്തിന് മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് നല്ല അറിവുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. സ്വഹാബത്തുൽ കിറാം അത് സസൂക്ഷ്മം വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കും. ഒരു ദിവസം ക്ലാസ് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സ്വഹാബി വന്നിട്ട്, ചെറുപ്പക്കാരനായ സ്വഹാബി, ഒരു പാത്രത്തിൽ നിറയെ ഈത്തപ്പഴം കൊണ്ടുവന്നു. അങ്ങനെയാണ് ചീരണി കൊടുക്കുക, നല്ല സദസ്സുകളിൽ മധുരം ചീരണി പലഹാരം കൊടുക്കുക എന്നൊക്കെ ഉള്ളത് ഇപ്പം തുടങ്ങിയ സംഗതിയല്ല. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. സ്വഹാബത്ത് അങ്ങനെ ചെയ്തിരുന്നു. മുത്തുനബി അത് സ്വീകരിച്ചിരുന്നു. അത് വിട്ടപ്പോൾ സ്വഹാബത്തിന് റസൂലുള്ളാഹി വിതരണം ചെയ്യും. അപ്പോ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളങ്ങനെ തന്നെയല്ലേ മജ്‌ലിസ് എല്ലാവരും നല്ല ചീരണി ഉണ്ടാക്കണം എന്നൊക്കെ ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്, ഇല്ലേ? അതൊരു വലിയൊരു മാതൃകയാണ്. അത് മുത്തുനബിയിലുള്ള സ്വഹാബത്തിലുള്ള മാതൃകയാണ്. അത് വലിയൊരു പൊരുത്തമാണ്. അപ്പോ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ഒരു പാത്രം നിറയെ ഈത്തപ്പഴം കൊണ്ടുവന്നപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് സ്വീകരിച്ചു. സ്വഹാബത്തിന് മുഴുവനും ആ ഈത്തപ്പഴത്തിൽ നിന്ന് 2 ഈത്തപ്പഴം ഇങ്ങനെ കൊടുത്തു. 2 ഈത്തപ്പഴം. എന്നിട്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 1 ഈത്തപ്പഴം ഇവിടുന്ന് എല്ലാവരും കഴിച്ചോളി, 1 ഈത്തപ്പഴം വീട്ടിക്ക് കൊണ്ടുപോകണം. ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാവരും 1 വീട്ടിൽ കൊണ്ടുപോകണം, 1 ഇവിടെ ഇരുന്നിട്ട് കഴിച്ചോളിയാർ. എല്ലാവരും ബിസ്മി ചൊല്ലി ഈത്തപ്പഴം കഴിച്ചു. 1 ഈത്തപ്പഴം. ഇനി ബാക്കി 1 ഈത്തപ്പഴം എല്ലാവരുടെ കയ്യിലും ഉണ്ട്. പക്ഷേ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവറുകളിലേക്ക് മുത്തുനബി നോക്കുന്ന സമയത്ത് മഹാൻ അവറുകളുടെ കയ്യിൽ 2 ഈത്തപ്പഴം. കാരണം 2 കഴിച്ചിട്ടില്ല. മുത്തുനബി ചോദിച്ചു, അബൂ ഹുറൈറ, എല്ലാരോടും 1 കഴിക്കാൻ പറഞ്ഞു, എല്ലാവരും 1 കഴിച്ചു, ഇനി എല്ലാവരുടെ കയ്യിൽ 1 ഉള്ളൂ, നിങ്ങളെ കയ്യിൽ 2 ഉണ്ടല്ലോ, എന്തേ കഴിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതാണ് നമ്മളെ വിഷയം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ്, ഇപ്പോഴെന്നല്ല, ഇൽമിന്റെ ഇത്തരത്തിലുള്ള സദസ്സുകളിൽ അങ്ങ് പലഹാരം തന്നാൽ ഞാനത് കഴിക്കാറില്ല. ഞാനത് എടുത്തു വെക്കും, എന്നിട്ട് മുഴുവനായിട്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കാരണം എന്റെ പ്രായം ചെന്ന എന്റെ ഉമ്മ വീട്ടിലിരിപ്പുണ്ട്. ആ ഉമ്മ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നതിന്റെ മുമ്പ് എന്റെ പ്രായം ചെന്ന എന്റെ വീട്ടിലുള്ള എന്റെ ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തിട്ടല്ലാതെ അങ്ങ് തരുന്ന പലഹാരങ്ങള് അത് ഒരു ബറക്കത്തിൻ്റെതാണല്ലോ. അത് ആദ്യം എന്റെ ഉമ്മാക്ക് എന്റെ ഉമ്മാക്ക് അത് കൊടുത്തിട്ടേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ സ്വീകരിച്ചു, അടുത്തേക്ക് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബ, അബൂ ഹുറൈറയിൽ വലിയ മാതൃകയുണ്ട്. അബൂ ഹുറൈറയിൽ വലിയ മാതൃകയുണ്ട്. ഉമ്മയെ സ്നേഹിക്കുന്ന വലിയ സ്നേഹം കാണിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഉമ്മമാരോട് വലിയ സ്നേഹമുള്ളവരാവണം. നമ്മൾ പുറത്തൊക്കെ പോയി നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല ജ്യൂസുകൾ കുടിക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, ഒക്കെ റെഡി, ഒക്കെ വേണം, അൽഹംദുലില്ലാഹ്. പക്ഷെ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഭാര്യമാർ, പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാർ, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, അവരെ സ്നേഹിക്കണം. അവരാണ് നമ്മുടെ എല്ലാം എല്ലാം എല്ലാം. അതുകൊണ്ടല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടില്ലേ സ്വഹാബത്ത്, ഏറ്റവും കൂടുതൽ കടമ ആരോടാണ്? ആ സമയത്ത് മുത്തുനബി പറഞ്ഞതെന്താ? നിന്റെ ഉമ്മയോടാണ്. സുമ്മ മൻ യാ റസൂലല്ലാഹ്, പിന്നെ ആരോടാണ്? പിന്നെയും പറഞ്ഞത് നിന്റെ ഉമ്മയോടാണ്. സുമ്മ മൻ യാ റസൂലല്ലാഹ്, പിന്നെ ആരോടാണ് നബിയേ
എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും നബി പറഞ്ഞത് നിന്റെ ഉമ്മയോടാണ്. എത്ര കടമകൾ, എത്ര കടപ്പാടുകൾ വീട്ടിയാലും തീരാത്ത വലിയ സ്നേഹമാണ് ഉമ്മ. ആ ഉമ്മയെ സ്നേഹിക്കണം നമ്മൾ. ആ ഉമ്മമാരെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല, ബാപ്പമാരെ വേദനിപ്പിക്കാൻ പാടില്ല, അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അങ്ങനെ പ്രയാസപ്പെടുത്തിയാൽ നമ്മൾ അതുകൊണ്ട് വിഷമിക്കേണ്ടി വരും ദുനിയാവിലും ആഖിറത്തിലും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ഉമ്മമാരെയും ബാപ്പമാരെയും ഒക്കെ നല്ലോണം സ്നേഹിക്കണം. അല്ലാഹു ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മാർക്കും ബാപ്പാർക്കും ഒക്കെ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. മരിച്ചുപോയ ഉമ്മമാരുടെയും ബാപ്പമാരുടെയും ഒക്കെ ഖബർ അല്ലാഹു വിശാലമാക്കി തരട്ടെ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഉമ്മയെ സ്നേഹിക്കുന്ന, ബാപ്പയെ സ്നേഹിക്കുന്ന കുടുംബങ്ങളായി നമ്മുടെ എല്ലാ ഉമ്മമാരും ബാപ്പമാരും സഹോദര സഹോദരിമാരും മാറണം. അള്ളാഹു നമുക്ക് നൽകിയ വലിയ കാവലുകളാണ് അവർ. നമുക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഉമ്മയുണ്ട് എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്. നബിയോട് ചോദിച്ചില്ലേ സ്വഹാബത്ത്, ഉമ്മക്ക് എത്രയാണ് നബിയെ ഖിദ്മത്ത് എടുക്കേണ്ടത്, ബാപ്പക്ക് എത്രയാണ് നബിയെ ഖിദ്മത്ത് എടുക്കേണ്ടത്? മുത്തുനബി പറഞ്ഞ മറുപടി, സ്വഹാബ അങ്ങനെ ചോദിക്കല്ല, അങ്ങനെ ചോദിക്കല്ല, എത്ര ഖിദ്മത്ത് എടുത്താലും മതി വരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും കടമയും കടപ്പാടും അവരോടുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഇത് പറയുമ്പോൾ ഉമ്മയും ബാപ്പയുടെ ലൈവിലിതാ സൗജത്ത് അനീർ ഉസ്താദ് ഉമ്മ ബാപ്പ മരണപ്പെട്ടു. ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെ. ഞാൻ പെട്ടെന്ന് കണ്ടത് വായിച്ചു. ഉമ്മ മരിച്ചു, ബാപ്പ മരിച്ചു, ഒരുപാട് ആൾക്കാരുണ്ടാവും. അവര് വിഷമിക്കേണ്ട, അവര് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി ദ്വാരക്കാം. മരണപ്പെട്ട ഉമ്മക്ക് ബാപ്പാക്ക് വേണ്ടി ദ്വാരക്കാം, അവർക്ക് വേണ്ടി നല്ല ഹദിയകൾ ചെയ്യാം, സ്വതക്ക ചെയ്യാം, അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുക, അവർക്ക് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കാം, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലാം, അവർക്ക് വേണ്ടി തഹ്ലീൽ ചൊല്ലി ഹദിയ ചെയ്യാം, യാസീൻ ഓതി ഹദിയ ചെയ്യാം, അവർക്ക് പൊറുക്കലിനെ തേടാം, അവരെ ഖബർ സിയാറത്ത് ചെയ്യാം. ഇതൊക്കെയാണ് അവർക്ക് വേണ്ടി ചെയ്യാനുള്ളത്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മറന്നുപോകരുത്, എല്ലാവരും നമ്മുടെ മജ്‌ലിസിനെ വേണ്ടതുപോലെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. നാളെ പറന്നൂർ ഉസ്താദിന്റെ ആണ്ടുകൂടി മജ്‌ലിസ് നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആ മജ്‌ലിസ് നാളെ മുതൽ ഒന്നും